എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 40 ഇഞ്ച് ചെസ്റ്റുള്ള ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ച്ച് മാറ്റി വയ്ക്കാം. സ്ലീവിൽ ഇവിടെ ലേശം തയ്യത്തുമ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക. ബാക്കി ഇതേപോലെ മടക്കിയിട്ട് ഒരു ലോങ് തയ്യലിട്ട് വയ്ക്കുക. ഇത് പിന്നീട് ഹെമ്മിങ് ചെയ്തതിന് ശേഷം അഴിച്ചു കളഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ ടക്കുകൾ ഇടാം. ഈ ടക്ക് നമുക്ക് അടിയിലേക്കൊന്ന് മാർക്ക് ചെയ്യണം. ഈ ടക്കുകൾ ഇട്ടെടുക്കാം. ഈ സൈഡിലത്തെ ടക്ക് ഒരു 2 തയ്യലിടാം. ഇതേപോലെ രണ്ടാമത്തെ തയ്യലിടുമ്പോൾ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് പട്ടി ജോയിൻ ചെയ്യുമ്പോൾ ചുളിവ് വരാതെ കിട്ടും. ഇനി ഇതിലേക്കുള്ള ക്രോസ് പട്ടി വയ്ക്കാം. ക്രോസ് പട്ടി നമ്മൾ ഇതേപോലെ 3 എണ്ണം കട്ട് ചെയ്യുക, 3 സെറ്റ് കട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആവശ്യത്തിനുള്ള കട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 പീസും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ അടിയിലത്തെ പീസിൽ ഒരു മേൽത്തൈലിടുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു തൈലിടാം. അതിനുശേഷം അതേപോലെ ഒപ്പം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഒരു തൈലും കൂടെ ഈ സൈഡ് കുഴയും. ഇനി ഇതിൻ്റെ ഹുക്ക് പട്ടി അയിപ്പട്ടിയൊക്കെ തയ്ക്കാം. അപ്പോൾ ഹുക്ക് പട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതിയിലൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ചിൽ തയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് തയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ അടിമറിച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടെ ഒരു തയ്യലിടാം. അതിനുശേഷം അതേപോലെ 4 ഇഞ്ചിൽ ഒരു തൈലും കൂടി ഇടാം. എന്നിട്ട് ഇതൊപ്പം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ ഹുക്ക് വയ്ക്കാനുള്ള പട്ടി വയ്ക്കാം. അതിനൊരു 1.5-1.25 ഇഞ്ച് വീതി മതി.
അതിന് ശേഷം മേൽത്തൈലിടുക. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഫിനിഷ് ചെയ്യാം. ബാക്കിലത്തെ ടെക്കുകൾ ആദ്യം ഇടാം. ടെക്ക് നമുക്ക് അടിയിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു 2 ഇഞ്ച് വീതിയിലൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്യുക. ഈ ടെക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്കിവിടെ ചുളിവില്ലാതെ വരുള്ളൂ. ഈ ഒരു മേൽത്തൈലിടാം. ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. വേണമെങ്കിൽ ലോങ് തൈലിട്ടിട്ട് ഹേമിങ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയ പ്ലേറ്റ് ഇടുമ്പോൾ ഇതേപോലെ ഒട്ടും ചുളിവില്ലാതെ ഫ്ലാറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്യാം. രണ്ട് തൈലിടുക. അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഒരു തൈലും കൂടെ ഇടാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിന് മുന്നേ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് 10.5 ഇഞ്ച്, 10 ഇഞ്ചും 1/2 ഇഞ്ച് ലൂസും. നമ്മളിവിടെ ടെക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ 11.25 ഇഞ്ചാണ് ആകെ ഇട്ടത്. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് പോയി, ഇവിടെ ഈ ടെക്കിലൊരു 1/2 ഇഞ്ച് പോയി. പിന്നെ നമുക്ക് 10.5 ഇഞ്ച് കഴിഞ്ഞിട്ട് തയ്യെത്തുമ്പോൾ 1.5 ഇഞ്ചോളം വരും. ബാക്കിൽ പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് നമുക്കൊന്ന് വെച്ച് നോക്കാം. സ്ലീവ് ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. അതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് തയ്ക്കാം. ആം ഹോൾ 12.5 ഇഞ്ചാണ്. 6.25 ഒന്ന് അടയാളപ്പെടുത്താം. പിന്നെ ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് തന്നെയാണ്. നമുക്ക് ബോട്ടം ഒന്ന് മാർക്ക് ചെയ്യാം. 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 8.25 ഇഞ്ച് വരും. ഇവിടെ അതേപോലെ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ അയ്പട്ടി കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. 8.25 ഇഞ്ച്. ഇനി 1.5 ഇഞ്ച് തയ്യത്തുമ്പിൽ അടിക്കുക. ഇവിടെ മാർക്കിംഗ് ഉണ്ട്. മറ്റേ സൈഡിൽ വന്നിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ ഇനി 4 ഇഞ്ച് വീതിയിൽ ഒരു 2 തൈലും കൂടി ഇടുക. അത് പിന്നീട് ആവശ്യമെങ്കിൽ അഴിച്ചുവിടാനുള്ളതാണ്. അപ്പോൾ അതേപോലെ 4 ഇഞ്ച് വീതിയിൽ 2 തൈലും കൂടി ഇടുക.
പിന്നീട് വണ്ണം കൂട്ടണമെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു തയ്യൽ അഴിച്ചു വിട്ടാൽ മതി. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി ഇതിൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യാം. കഴുത്ത് തയ്ക്കാനായിട്ട് ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഇതേപോലെ ഇവിടെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒന്നുകൂടെ മടക്കുക. ഒരു 1/4 ഇഞ്ച് വീതി മതി. എന്നിട്ട് ഈ എഡ്ജ് കൂടെ ഒരു മേൽത്തൈ ഇടുക. ഈ സെപ്പറേറ്റ് കൊടുത്ത പീസ് കൂടെയാണ് തയ്ക്കേണ്ടത്. ഇതേപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തയ്യത്തുമ്പ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.